മഴയുടെ ആണെന്ന് തോന്നുന്നു. നല്ല വെറൈറ്റി ഇടി. എന്നാ എനിക്ക് കൂടെ എന്തോന്ന് ഒരു കാലിച്ചായ. അങ്ങനെ അത്രക്കുണ്ട് അവന്റെ കൊണം. അതെന്താ? അല്ല ചത്തത് നേരെ ക്യാമ്പ് കയറിയല്ലോ. ഇതെന്നെ ഇത് കൈ കടിക്കാൻ പറ്റാത്തോണ്ട് കരയുവാന്നു. എന്റെ മേക്കപ്പ് കിറ്റ് എടുക്കാൻ മറന്നുപോയ ചായ. മേക്കപ്പ് കിറ്റിന്റെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്റെ പൊന്നു സിസിമോളെ, ഇത് നീ ഊട്ടിക്ക് ട്രിപ്പ് വന്നേക്കുന്നതല്ല, ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നേക്കുന്നതാ. അതിൻ്റെതായിട്ടുള്ള വല്ലതൊക്കെ ഒന്ന് കാണിക്കുക കേട്ടോ. മറിക്ക്. എന്റെ മാമൻ ഒഴുകി പോന്നു. ആ പിന്നെ എനിക്ക് വേദനിക്കുന്നു. ഇനി അയാൾ വല്ല ആൻഡമാൻ നിക്കോബാറിലോട്ടും പോട്ടടി. എന്തോ പാപ്പൻ അല്ലടോ ബാബു ആന്റണി വീണ്ടും കയറി വരും. തന്നെ ആരാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ വാവുക്കുട്ട, ഇന്നലെ രാത്രി ഞാൻ കിടന്നിറങ്ങുമായിരുന്നു. അപ്പൊ ഞാനൊരു സ്വപ്നം കണ്ടു. എന്നിട്ട് എന്നെ കൊണ്ട് ഹൗസ് ബോട്ട് പോണത്. എന്നിട്ടെന്നാ കണ്ണു തുറന്ന് നോക്കിയപ്പോഴല്ലേ യാഥാർത്ഥ്യാന്ന് മനസ്സിലായത്. വീടടക്കം ഒഴുകി പോവാടാ. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും സുരക്ഷിതരോ. മനസ്സിലായില്ലേ? ഒരു ജീപ്പടക്കം മുങ്ങിപ്പോയത്. എനിക്ക് പാപ്പന ഒരു കാര്യം ചോദിക്കാം. കഴിഞ്ഞ ദിവസം പാപ്പൻ എന്തിനാ ആശുപത്രിക്കാണ് അടി ഉണ്ടാക്കിയത്? എന്റെ പൊന്നു മാനെ, ഇന്നലെ പാപ്പന് പനിയായിട്ട് ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോണ്ടല്ലോ ഒരു രോഗി ശ്വാസം കിട്ടാണ്ട് കിടന്ന് പിടയുന്നു. എനിക്കത് കണ്ടിട്ട് സഹിച്ചില്ല. ഞാൻ ആ രോഗിക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത്. അത് നല്ല കാര്യമാണ്. അതിനുണ്ടല്ലോടാ അവിടുത്തെ ഡോക്ടർമാരെന്നെ പട്ടിയെ തല്ലുന്ന പോലെയല്ലേ തല്ലിയത്. അതെന്നാ കാട്ട കാണിച്ചത്? അയാൾ ഇങ്ങനെ തല്ലിയത്? ഓക്സിജൻ സിലിണ്ടർ മാറ്റിട്ട് എന്തിനാ കൃത്രിമ ശ്വാസം കൊടുക്കണേന്ന് പറയാൻ ഒരു മനുഷ്യനാന്ന് പറയല്ലേ. നിനക്ക് മൂത്തവൻ എന്തെങ്കിലും ബഹുമാനം ഉണ്ടോ? ഗുരുത്തമുള്ളവനല്ല. എനിക്ക് ഗുരുത്തമുണ്ട്. ഒരു ഗുരുത്തവും ഇല്ല. പാപ്പ അത് പറയല്ലേ. എന്തിനാ? ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ സുഗുണമാഷ് വെള്ളത്തിൽ മുങ്ങി താഴാൻ പോയപ്പോ ഞാനാണ് ഒറ്റ വെച്ച ആൾക്കാരെ അറിയിച്ചത്. എങ്ങനെയാണ് ഒറ്റ വെച്ചത്? നാളെ ക്ലാസ് അവധിയാണ്, ആരും സ്കൂളിൽ വരേണ്ടത്. അത്രയോ ഉണ്ട് അവന്റെ കൊണം. ഇവനല്ലേ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ വെള്ളപ്പൊക്ക സമയത്ത് മഞ്ഞ മുണ്ടും മഞ്ഞ ജുബേ. അയ്യോ, ഇത് മഞ്ഞമുണ്ടല്ല, ഇത് പാവാടയാ. പാവാട അല്ല പാപ്പ, പ്രളയല്ലേ, കൈ കിട്ടി എടുത്തോണ്ട് ഓടി വന്നതാ. ഇങ്ങോട്ട് വന്നേ. ഇവിടുത്തെ ബാത്റൂമിനൊന്നും കഥയില്ലെന്ന്. ഏത് ബാത്റൂമിനാണ് കഥയില്ലാത്തത്? അയ്യോ പാപ്പ, ഒന്നിനുമില്ല. എന്റെ ദൈവമേ, ഈ ആവതില്ലാത്ത ശരീരത്തിൽ ജീവൻ തന്നത് ഇതിനു വേണ്ടിയാണ്. അവസാന നിമിഷം ഞാൻ അങ്ങോട്ട് കിടന്ന് കൊണ്ടിരിക്കാൻ പോവാ. ഒരു കാര്യം ചെയ്യും, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞാൻ തന്നെ ആ ബാത്റൂമിന്റെ മുമ്പിൽ കിടന്നോളാം. പാപ്പ ഒരുമാതിരി കൊള്ളരുതായ വർത്താനം പറയുന്നത് കേട്ടോ. റൂം ഷെയർ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും വരാം. കണ്ടോ?